പ്രിയരെ, നമ്മുടെ കർത്താവിൻ്റെ വരവ് അതിവിദൂരമല്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഒരു വാക്യം ഞാൻ വായിപ്പിക്കാൻ പോവുകയാണ്. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം, 2 Peter chapter 3 verse 9 and 10. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ചിലർ വിചാരിച്ചിരിക്കുന്നേ ഇതൊക്കെ വൈകും, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവ് ഇപ്പോഴൊന്നും ഉണ്ടാകില്ലെന്ന്. 2000 യേശു വരുമെന്ന് ചിലർ പറഞ്ഞത്രേ. യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല. 2000 യേശു വരുമെന്ന് യേശു പറഞ്ഞിട്ടേ ഇല്ല. അത് ചില മനുഷ്യരാ പറഞ്ഞത്, കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവിന്റെ വരവിന് മുൻപ്, തന്റെ മേഘപ്രത്യക്ഷതയ്ക്ക് മുമ്പ് ഈ ഭൂമിയിൽ ചില സംഭവങ്ങൾ ഉണ്ടാകും. ആ സംഭവങ്ങൾ തന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അത് 2021-ലാണോ 2022-ലാണോ അത് 2000-ലാണോ എന്ന് യേശു പറഞ്ഞിട്ടില്ല. പ്രസ്തുത ആ സമയം പുത്രനും ദൂതന്മാർക്കും കൂടെ അറിയില്ല. അത് പിതാവായ ദൈവത്തിന് മാത്രം അറിയാവുന്ന സമയമാണ് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വരവിനെ നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ചിലരും കൂടെ മാനസാന്തരപ്പെടണം എന്നിച്ഛിച്ച് താൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്നു? എന്തുകൊണ്ട് കർത്താവിന്റെ വരവ് വൈകുന്നു? ചിലരും കൂടെ മാനസാന്തരപ്പെടുവാൻ, ചിലരും കൂടെ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ. പ്രിയപ്പെട്ടവരെ, ഇത് കളിയല്ല, ഇത് തമാശയല്ല. യേശു കർത്താവ് തന്റെ വരവിന് മുൻപ്, തന്റെ വരവിനോടുള്ള ബന്ധത്തിൽ 2 കാലഘട്ടങ്ങളെ കമ്പയർ ചെയ്ത് പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ഈ കാലഘട്ടത്തിൽ നടക്കും. ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് നിങ്ങളുടെ കാലഘട്ടത്തിൽ സംഭവിച്ചാൽ മനുഷ്യപുത്രൻ നിങ്ങളുടെ കാലഘട്ടത്തിൽ മടങ്ങി വരും. ആ 2 സംഭവങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിപ്പിക്കുകയാണ്. ഒന്ന്, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 37, 38, 39 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയം വന്ന് എല്ലാവരും നീക്കിക്കളവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. ഇതാ ഒരു കാലത്തെ അവിടെ എടുത്തു പറയുന്നു. ആ കാലം നോഹയുടെ കാലമാണ്. നോഹയുടെ കാലം പോലൊരു കാലം വരും. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നോഹയുടെ കാലത്ത് സംഭവിച്ച ചില സംഭവങ്ങൾ, എന്നെ കേൾക്കുന്നുണ്ടോ? നോഹയുടെ കാലത്ത് സംഭവിച്ച ചില സംഭവങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് കർത്താവിന്റെ വരവിന്റെ കാലമാണ്. ലിസൺ. രണ്ടാമത് മറ്റൊരു കാലത്തെക്കുറിച്ച് യേശു വ്യക്തമാക്കുന്നു. അത് ലൂക്കോസ് വിശേഷം 17-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളാണ്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും കൊണ്ട് പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം ആകും. 2 കാലഘട്ടങ്ങൾ. ഒന്ന് നോഹയുടെ കാലം, 2 ലോത്തിന്റെ കാലം. ഈ 2 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, കർത്താവിന്റെ വരവ് നിങ്ങളോട് എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നു. എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? വായിച്ചു നോക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 6, 1 മുതൽ 12 വരെ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. തങ്ങൾക്ക് ബോധിച്ച ഏവരെയും അവർ ഭാര്യമാരായി എടുത്തു. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഭൂമിയിൽ മനുഷ്യർ പെരുകിയ കാലം. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത എന്താണ്? പോപ്പുലേഷൻ, ജനസംഖ്യ, ജനങ്ങൾ വർദ്ധിച്ച കാലമാണ്
നോഹയുടെ കാലം, ജനം പെരുകി തുടങ്ങിയ കാലം. നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തെ നോക്കിയേ. ലോകത്തിൽ ഇന്ന് 680 കോടി ജനങ്ങളുണ്ട്. 680 കോടി ജനങ്ങൾ. ഈ 680 കോടി ജനങ്ങളിൽ നാം പാർക്കുന്ന നമ്മുടെ രാജ്യമായ ഈ ഭാരതത്തിൽ, ഇന്ത്യയിൽ 130 കോടി ജനങ്ങളുണ്ട്. 130 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. നമ്മളും അതിന്റെ ഭാഗമാണ്. 680 കോടിയിലധികം ജനങ്ങൾ പാർക്കുന്ന ഒരു ഗ്ലോബിലാണ് നാമും പാർക്കുന്നത്. ഓർത്തേ, ഭൂമിയിൽ ജനം പെരുകുന്ന, ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു കാലം നോഹയുടെ കാലം. ഇന്നത്തെ കാലവും വ്യത്യസ്തമല്ല. മനുഷ്യന് കിടക്കാൻ കിടപ്പാടമില്ല, പാർക്കാൻ ഭൂമി പോലും കിട്ടാനില്ല. അതുപോലെ മനുഷ്യൻ പെരുകിയ ഒരു കാലഘട്ടം നോഹയുടെ കാലം. ഇന്നത്തെ കാലം ശ്രദ്ധിക്കുക, മനുഷ്യൻ പെരുകിയ കാലം. 2, ബോധിച്ചവരെ, അവർക്ക് ഇഷ്ടമുള്ളവരെ ഭാര്യമാരായി എടുത്ത കാലം. എന്ന് പറഞ്ഞാൽ വ്യവസ്ഥകൾ കൂടാതെ ഇഷ്ടമുള്ളവരെ ഭാര്യമാരായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവിക വ്യവസ്ഥയിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പാപ സ്വഭാവങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യത കൊടുത്ത കാലം നോഹയുടെ കാലം. 3-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവം മനുഷ്യന്റെ ആയുസ്സിനെ 120 സംവത്സരമാക്കി മാറ്റിയ കാലം. അതിനു മുമ്പ് മനുഷ്യന്റെ ആയുസ്, മെതുശലേം എന്ന് പറയുന്ന മനുഷ്യന്റെ ആയുസ് നമുക്കറിയാം. പഴയ നിയമ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നവരുടെ ആയുസ് എന്ന് പറയുന്നത് 600 വർഷം, 640 വർഷം, 700 വർഷം, 400 വർഷം, 300 വർഷമൊക്കെ ആയിരുന്നു ഒരു മനുഷ്യന്റെ ആയുസ്. മനുഷ്യന്റെ ആയുസിനെ ദൈവം കുറച്ച് അത് 120 എന്ന പ്രായത്തിലേക്ക്, വയസ്സിലേക്ക് കൊണ്ടുവന്ന കാലം നോഹയുടെ കാലം. ഇന്നത്തെ കാലഘട്ടത്തെ ഒന്ന് നോക്കിയേ. മനുഷ്യന്റെ ആയുസിനെ ഒരുപക്ഷെ വെട്ടിച്ചുരുക്കിയതുപോലെ ഇന്ന് മരിക്കാൻ പ്രായമുണ്ടോ? ഇന്ന് മരിക്കാൻ 80-70 വയസ്സാകണോ? നമ്മൾ ഇന്ന് മരണവാർത്തകൾ, 10 മരണവാർത്ത കേട്ടാൽ അതിനകത്ത് 5 എണ്ണവും 50-ഉം 50-ൽ താഴെയല്ലേ? മനുഷ്യന്റെ ആയുസ്സിനെ വെട്ടിക്കുറച്ച കാലം നോഹയുടെ കാലം. ഇത് വെറുതെ കേട്ടോണ്ടിരിക്കുകയല്ല വേണ്ടത്. ഞാൻ ജീവിക്കുന്ന കാലഘട്ടവും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക വേണ്ടത്. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മനുഷ്യന്റെ ദുഷ്ടത ഭൂമിയിൽ പെരുകിയ കാലം നോഹയുടെ കാലം. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം മനുഷ്യന്റെ പ്രവൃത്തി കണ്ട് ദുഃഖിച്ച കാലം നോഹയുടെ കാലം. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതേ സമയത്ത് ദൈവം ചിലതിനെ തന്റെ കൃപയിലേക്ക് നയിച്ച കാലം നോഹയുടെ കാലം. ഒരു ഭാഗത്ത് മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം, മറ്റൊരു ഭാഗത്ത് ബോധിച്ചവരെ ഭാര്യമാരായിട്ടെടുക്കുന്ന ധാർമ്മിക ബോധങ്ങൾ മനുഷ്യന് നഷ്ടപ്പെട്ട കാലം, മനുഷ്യന്റെ ആയുസ് വെട്ടിക്കുറച്ച കാലം, മനുഷ്യന്റെ പ്രവർത്തികൾ കണ്ട് ദൈവം ദുഃഖിച്ച കാലം. ഇന്ന് മനുഷ്യന്റെ പ്രവർത്തികൾ കണ്ട് ദൈവം ദുഃഖിക്കുകയല്ലേ? ഇന്ന് മനുഷ്യന്റെ പ്രവർത്തികൾ കണ്ട് ദൈവം സങ്കടപ്പെടുകയല്ലേ? മ്ലേച്ഛതകൾ ഇന്ന് ഈ ഭൂമിയിൽ പെരുകയല്ലേ? ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുക്കുകയല്ലേ? എത്ര കേസുകളാ കേൾക്കുന്നേ? എത്ര ഭാര്യമാരാ അടുക്കൽ വന്ന് പറയുന്നേ? എത്ര ഭർത്താക്കന്മാരാ പറയുന്നേ? എത്ര ഭർത്താക്കന്മാരെന്നോട് പറഞ്ഞിരിക്കുന്നു, എന്റെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ടെന്ന്, എന്റെ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ടെന്ന്. വഴിപിഴച്ച ജീവിതം മനുഷ്യൻ നയിക്കത്തക്ക നിലയിൽ മനുഷ്യനെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കാലം. നോഹയുടെ കാലം പോലെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഓർക്കുക, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ തന്നെ ജോബ് പറഞ്ഞതുപോലെ ദേഹസഹിതനായി നാം കർത്താവിനെ കാണേണ്ടതായി വരും. എന്നാൽ 7-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഇത്രയും പാപം അവിടെ പെരുകി നിൽക്കുമ്പോഴും, മനുഷ്യന്റെ ആയുസ് വെട്ടിച്ചുരുക്കിയിരിക്കുമ്പോഴും, മനുഷ്യന്റെ ദുഷ്ടത പെരുകിയിരിക്കുമ്പോഴും, ബോധിച്ചവരെ ഇവര് ഭാര്യമാരായിട്ട് എടുത്തോണ്ടിരിക്കുമ്പോഴും, മറ്റൊരു ഭാഗത്ത് ഇൻ അതർ സൈഡ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുകയാണ്. ഇങ്ങനെ പാപം ലോകത്തിൽ പെരുകുന്ന ഈ കാലഘട്ടത്തിലും ദേ ഇരിക്കുന്നു കൃപ ലഭിച്ച ചില ദൈവമക്കൾ. ഇങ്ങനെ പാപം ലോകത്തിൽ വർദ്ധിക്കുന്ന ഈ സീസണിലും ദൈവത്തിന്റെ കൃപയിലേക്ക്
ദൈവം ചിലതിനെ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് മ്ലേച്ഛതകൾ ഈ ഭൂമിയിൽ വർദ്ധിക്കുന്നു, ഒരു ഭാഗത്ത് ധാർമ്മിക ബോധങ്ങൾ നഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിക്കുന്നു, ഒരു ഭാഗത്ത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ പാപങ്ങൾ ഇവിടെ പെരുകി വരുന്നു. എന്നാൽ മറുഭാഗത്ത് കർത്താവ് ചിലതിനെ പെട്ടകത്തിനകത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുന്നു. ജീസസ്. അതെ, നോഹയ്ക്ക് കൃപ ലഭിച്ച കാലം എന്നെയും നിങ്ങളെയും ദൈവം വീണ്ടെടുത്ത കാലം. നോഹയോട് ദൈവം പറഞ്ഞു, നീ ഒരു പെട്ടകം തീർക്ക്. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, നീ ഒരു പെട്ടകം തീർക്ക്, എന്നിട്ട് അതിനകത്ത് ഞാൻ പറയുന്നത് പോലെ നീ ചിലതിനെ കയറ്റ്. ദൈവത്തോട് കൂടെ നടന്ന നോഹ ദൈവം പറഞ്ഞ അളവിനൊത്തവണ്ണം പെട്ടകം പണിഞ്ഞു. വലിയ പെട്ടകമായിരുന്നു. ഇന്നലെ രാത്രി ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസനും പറയുകയായിരുന്നു, 70,000-ത്തിലധികം മൃഗങ്ങളെ ഉൾപ്പെടുത്താൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള പെട്ടകമാണ് നോഹ പണിത പെട്ടകം. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഈ 2 എണ്ണത്തെ എടുക്കണമെങ്കിൽ എത്ര മൃഗങ്ങളുണ്ട്? നിങ്ങൾ കണ്ടതുണ്ട്, കാണാത്തതുണ്ട്, കേട്ടതുണ്ട്, കേൾക്കാത്തതുണ്ട്, ഒത്തിരി ഉണ്ട്. ഇതിനെയെല്ലാം ഈ രണ്ടായിട്ട് എടുത്ത് അതിനകത്ത് അവരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ വലിപ്പം എത്ര വലുതായിരിക്കും? ഇനി അത് മാത്രമല്ല, നോഹ ഈ പെട്ടകം പണിയുമ്പോൾ അന്ന് പാർത്തിരുന്ന പലരെയും ഉള്ളിൽ കണ്ടുകൊണ്ടാണ് ഈ പെട്ടകം പണിതത്. പക്ഷെ ആ പെട്ടകത്തിനകത്ത് എല്ലാവരും കയറിയില്ല. മനുഷ്യരായിട്ട് കയറിയത് 8 പേര് മാത്രമാണ്. ബാക്കി മുഴുവൻ മൃഗങ്ങളായിരുന്നു. ഇനി ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത പെരുകിയ കാലം നോഹയുടെ കാലം, നമ്മുടെ കാലം ഇപ്പോൾ അങ്ങനെ തന്നെ. ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുക്കുന്ന ധാർമ്മിക ബോധങ്ങൾ നഷ്ടപ്പെട്ട കാലം നോഹയുടെ കാലം, ഇപ്പോഴത്തെ കാലം അത് തന്നെ. മനുഷ്യന്റെ ആയുസ്സിനെ ദൈവം വെട്ടിച്ചുരുക്കിയ കാലം നോഹയുടെ കാലം, ഇപ്പോഴത്തെ കാലം അത് തന്നെ. സ്തോത്രം. മനുഷ്യന്റെ ദുഷ്ടത പെരുകിയ കാലം നോഹയുടെ കാലം, ഇപ്പോഴത്തെ കാലവും അത് തന്നെ. എന്നാൽ ഈ സമയത്ത് ഇങ്ങനെ മ്ലേച്ഛതകൾ ഒരു സ്ഥലത്ത് വർദ്ധിക്കുമ്പോഴും അനേകരെ കർത്താവ് തന്റെ കൃപയിലേക്ക് നയിച്ച കാലം നോഹയുടെ കാലം, ഇപ്പോഴത്തെ കാലവും അത് തന്നെ. എന്താണ് ഈ പെട്ടകം? ഈ പെട്ടകം സഭയുടെ നിഴലാണ്, അല്ലെങ്കിൽ ഈ പെട്ടകം ക്രിസ്തുവിന് നിഴലാണ്. ഈ പെട്ടകത്തിനകത്ത് കയറാൻ വേണ്ടിയാണ് നോഹ പ്രസംഗിച്ചത്. ഒരു ജഡ്ജ്മെന്റ് വരാൻ പോകുന്നു, ഒരു പ്രളയം ഉണ്ടാകാൻ പോകുന്നു, വലിയ ന്യായവിധിയിലേക്ക് ദേശം കയറാൻ പോകുന്നു. അതുകൊണ്ട് ആ ന്യായവിധിയിൽ പെടാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ഈ പെട്ടകത്തിൽ കയറണം. പക്ഷേ പരിഹാസികളായ മനുഷ്യർ ഉണ്ടായിരുന്ന കാലമാണ് നോഹയുടെ കാലം. ഇന്ന് ഓർത്ത് നോക്ക്, പ്രസംഗങ്ങൾ ഏറ്റെടുക്കുന്നവർ 100 പേര് വചനം കേട്ടാൽ എത്ര പേര് ഏറ്റെടുക്കും? 10 പേരോട് സുവിശേഷം പറഞ്ഞാൽ എത്ര പേർ കർത്താവിലേക്ക് വരും? ഒരു ദൈവിക ആലോചന പറഞ്ഞാൽ അതിന്റെ നല്ല വശങ്ങൾ എത്ര പേർ മനസ്സിലാക്കും? നെഗറ്റീവ് മാത്രം തലയ്ക്കകത്ത് കയറ്റിയ ഒരു കൂട്ടം ആൾക്കാർ ജീവിച്ചിരുന്ന കാലമായിരുന്നു നോഹയുടെ കാലം. നോഹ പ്രളയം ഉണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വരെ അവർ പ്രളയം കണ്ടിട്ടില്ല. ഇന്ന് വരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ഭൂമിയിൽ മഴ പെയ്യാത്തൊരു കാലത്ത് ഒരു ഫ്ലഡിനെ കുറിച്ച് നോഹ പ്രസംഗിക്കുമ്പോൾ നോഹ ആൾക്കാർ പരിഹസിച്ചു, നോഹ ആൾക്കാർ പുച്ഛിച്ചു. ഇന്നും യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രസംഗിക്കുമ്പോൾ, പാപജീവിതത്തോട് വിട പറയണമെന്ന് പ്രസംഗിക്കുമ്പോൾ, ഈ ലോകം അല്പകാലത്തേക്കേ ഉള്ളൂ എന്ന് വിളിച്ചു പറയുമ്പോൾ അതിനെയും പരിഹാസത്തോടെ നോക്കിക്കാണുന്ന ഒരു സമൂഹത്തിന്റെ മധ്യയിൽ നിന്നുകൊണ്ട് തന്നെയാ ഞാൻ പ്രസംഗിക്കുന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലത്തും ഉണ്ടാകും. പെട്ടകം വർദ്ധിച്ചു വരികയല്ലേ? ഇന്ന് ദൈവസഭയാകുന്ന പെട്ടകം വർദ്ധിച്ചു വരികയല്ലേ? കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് 999 കടന്നു വരുമ്പോൾ, 2000 വിശ്വാസ സ്നാനം സ്വീകരിച്ച് 2001 ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകും കർത്താവിനെ നയിക്കുമ്പോൾ, അന്ന് ഇൻഡിപെൻഡന്റ് സഭകൾ വളരെ വിരളമായിരുന്നു. ഇതുപോലത്തെ ചർച്ചകൾ തീരെയില്ലായിരുന്നു. അന്ന് വിരളയിലെണ്ണാവുന്ന ശുശ്രൂഷകർ, വിരളയിലെണ്ണാവുന്ന മീറ്റിങ്ങുകൾ, വിരളയിലെണ്ണാവുന്ന സഭകൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കർത്താവിന്റെ വചനം നിന്റെ വിരൽ തുമ്പിൽ ദൈവം കൊണ്ട് തന്നില്ലേ? വിരൽ തുമ്പിൽ, വിരൽ തുമ്പിൽ. വീട്ടിലിരുന്ന് പ്രസംഗം കേൾക്കാം, വീട്ടിലിരുന്ന് വചനം കേൾക്കാം, വീട്ടിലിരുന്ന് ആരാധിക്കാം. ഏത് വിഷയത്തെക്കുറിച്ചും നിനക്ക് പഠിക്കാം, ഏത് വിഷയത്തെക്കുറിച്ചും മെസ്സേജുകൾ ശ്രദ്ധിക്കാം. രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തുമ്പോൾ എന്റെ വരവാകുമെന്ന് യേശു പറഞ്ഞെങ്കിൽ ഈ സുവിശേഷം അതിവേഗത്തിൽ ഇന്ന് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നോഹയുടെ കാലം പോലൊരു കാലത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നു.